അപ്പൊ 4000 വർഷത്തിന് മുമ്പ് ഒരു പുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? ആര്? നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ്. കുറച്ചു മുമ്പ് കാണാനിടയായ വീഡിയോ. നമ്മുടെ പ്രിയങ്കരനായ അലക്സാണ്ടർ ജേക്കബ് സാറ്, മുൻ IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില സൂപ്പർ നാച്ചുറൽ സംഭവങ്ങൾ, സ്പിരിച്വാലിറ്റി, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത്. അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകത്തിൽ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പലതും നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു പുള്ളി. അതിനെ തുടർന്ന് പുള്ളിക്കാരൻ വേറെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, പുള്ളിക്കാരനൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ പേര്, മാതാപിതാക്കളുടെ പേരടക്കം ഒരു ഹിന്ദു പുസ്തകത്തിൽ നിന്ന് അതിനകത്തുനിന്ന് റെഫറൻസ് എടുത്ത് പറഞ്ഞു എന്നുള്ളതിന് പുള്ളിക്കാരൻ മനസ്സിലാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് പോലും മനസ്സിലാക്കി ഇത്ര നാൾ കഴിഞ്ഞ് യേശുക്രിസ്തു ജനിക്കുമെന്നും ക്രിസ്തുമതം ഉണ്ടാകുമെന്നും ക്രിസ്തുമതത്തിൽ ഇന്ന പേരുകൾ ഉണ്ടാകുമെന്നും ഒക്കെ മനസ്സിലാക്കി അതിനകത്ത് അതിനെ പറ്റിയ റെഫറൻസ് എഴുതി വച്ചിരിക്കുന്നു. അത് നോക്കി വായിച്ച് പഠിച്ചിട്ടാണ് ഈ ആൾക്കാർ ഈ കാര്യം പറഞ്ഞത്. പുള്ളിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പുള്ളിയുടെ ഭാര്യയുടെയും ഒക്കെ പേര് പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് പലർക്കും ഒരു സംശയം തോന്നാം. പക്ഷേ പുള്ളി പറയുന്നതിൽ പുള്ളിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. നാഡീ ജ്യോത്സ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടിട്ടല്ല, അത് കണ്ടിട്ട് അങ്ങനെ എഴുതി വെച്ചതല്ല. ഇത്ര നാൾ കഴിഞ്ഞിട്ട് ക്രിസ്തു ജനിക്കുമെന്നും ക്രിസ്തുമതം ഉണ്ടാകുമെന്നും അതിനകത്ത് ഇന്ന പേരുകൾ ഉണ്ടാകുമെന്നൊന്നുമല്ല. അതൊരു റെഫറൻസാണ് സംഭവം. അതിനകത്തുനിന്ന് എടുക്കുക എന്ന് പറയുന്നത് അത് വായിക്കുന്നവൻ്റെ കഴിവാണ്, അത് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നവൻ്റെ കഴിവാണ്. അവനാണ് റീഡ് ചെയ്യുന്നത്, അവനാണ് റീഡർ. അവനെങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ്. പുള്ളി ഇതിനകത്ത് തന്നെ അതിന് മുൻപായിട്ട് പറയുന്നുണ്ട്, ഓരോ ആൾക്കാരുടെ സ്പിരിച്വൽ പവർ ഓറതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു 4 തലമുണ്ട്. 4 തലത്തിലൊക്കെയാണ് നമുക്ക് ആത്മാക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടക്കുന്നത് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അത് സ്പിരിച്വൽ കഴിവുള്ളവർക്ക്, പവറുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഫർ ചെയ്യാൻ പറ്റുക, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ്. അതെല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. അതിന് ഒരു ചെറിയ സംഭവങ്ങൾ വേറെ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. യു ഹാവ് ടു ബി ബോൺ ഫോർ ദാറ്റ്, ദെൻ ഓൺലി യു ക്യാൻ ഡു ദാറ്റ്, നോട്ട് എവറിബഡി ക്യാൻ ഡു ദാറ്റ്. സോ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. പക്ഷേ ഈ നാഡീ ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് വായിക്കുന്നവൻ ഡിസൈഫർ ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും സംഭവങ്ങൾ. ഇപ്പം നമ്മൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ മറ്റു ക്രിസ്ത്യാനികൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടി പറയാം, നമുക്കൊരു സുവിശേഷപ്പെട്ടി എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ അതിനകത്ത് ചെറിയ ചെറിയ സുവിശേഷങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഒരു സംഭവമാണിത്. ഇത് താളിയോലകളിൽ നിന്ന് അവരെടുത്ത് പറയുന്ന സംഭവമാണ്. അത് നമ്മൾ എടുക്കുന്നവൻ്റെ ഇതുപോലെ ഇരിക്കും. എടുക്കുന്നവനൊരു ദൈവാധീനം ഉണ്ടെങ്കിൽ, അവനൊരു സ്പിരിച്വൽ പവർ ഉണ്ടെങ്കിൽ അവൻ എടുക്കുന്ന കറക്റ്റ് മെസ്സേജ് ആയിരിക്കും. അത് അവന് ഡിസൈഫർ ചെയ്യാനും ഡീകോഡ് ചെയ്യാനും പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ ഒരു ഒരു സൂപ്പർ നാച്ചുറൽ അവനിലൂടെ പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുകയാണ്, അവനത് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ബിക്കോസ് ഹീസ് ട്യൂൺഡ് ആൻഡ് ഹീസ് അലൈൻഡ് വിത്ത് ദാറ്റ്. അവനത് അലൈൻഡാണ് അതുമായിട്ട്, സ്പിരിച്വൽ ഫോഴ്സുമായിട്ട്, ഒരു ആത്മീയതയുമായിട്ട് അലൈൻഡാണ്. അല്ലാത്തവനത് നടക്കില്ല. അല്ലാത്തവൻ എന്തെങ്കിലും കാണിച്ചിട്ട് എന്തെങ്കിലും എടുത്താൽ അത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതവന് മനസ്സിലാവില്ല. അതിൻ്റെ ഉൾക്കാമ്പ് എന്താണ്, പൊരുൾ എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അതാണ് ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിന് ഒരു വിജ്ഞാനം, ഒരു ജ്ഞാനം ഒക്കെ വേണം. അത് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ എവിടെ പറഞ്ഞ് നിർത്തുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു പാർട്ട് 2 പാർട്ട് 3 ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. കാര്യം ഒരു കഥയുണ്ട്, ആ കഥ പറയാം. ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ നേരത്തെ ടൂറിസം ഫീൽഡിൽ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് വെച്ച വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊരു ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഒക്കെ നടത്തിക്കൊണ്ട് വെച്ച മനുഷ്യനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ഒരു കുക്ക് പയ്യനുണ്ടായിരുന്നു, ഒരു ബ്രാഹ്മണ പയ്യനാണ്. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ വേറെ പയ്യനും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരു ഓഫ് സീസൺ സമയത്താണ്. അപ്പോൾ ഗസ്റ്റ് ആരും ഇല്ല, വെള്ളക്കാരും ഇല്ല. ഒരുമാതിരി കംപ്ലീറ്റ്ലി എംപ്റ്റിയാണ്. സ്ട്രീറ്റ്സും
ഗസ്റ്റ് ഹൗസുകളും ഞങ്ങളുടെ മാത്രമല്ല മൊത്തത്തിലെല്ലാ ഗസ്റ്റ് ഹൗസുകളും ഓഫ് സീസൺ ടൈമിൽ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ഈ കുക്ക് പയ്യൻ, ബ്രാഹ്മണ പയ്യൻ പറഞ്ഞു, ചേട്ടാ ഇതേമാതിരി എനിക്കൊന്ന് തഞ്ചാവൂർ പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ഈ നാഡി ജ്യോത്സ്യത്തിൻ്റെ കാര്യമാണ്. അത് അവൻ ആണ് പറയുന്നത് എൻ്റെ അടുത്ത്. അവൻ ആരോടോ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നാഡി ജ്യോത്സ്യം എന്നൊരു സംഭവമുണ്ട്, അത് നമുക്ക് പോയി ഒന്ന് നോക്കണം, എനിക്കൊന്ന് നോക്കണം എന്ന് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നാഡി ജ്യോത്സ്യം എന്ന് അവൻ മനസ്സിലാക്കി വെച്ചിരുന്നത് ഇതാ, നാഡി എന്ന് പറഞ്ഞ ഞരമ്പ്, നാഡി ജ്യോത്സ്യം, നാഡി പിടിച്ച് നോക്കി പറയും. അതവർ ചേട്ടാ അവർ നാഡി പിടിച്ച് നോക്കിയിട്ട് കാര്യം പറയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതുവരെ നാഡി ജ്യോത്സ്യത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് പോവാം, ഒരു ട്രിപ്പ് അടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രാവലൊക്കെ ആയിട്ട് വലിയ താല്പര്യമായിട്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു ഞാൻ, ഇപ്പോഴും ആണ്. അപ്പോൾ അങ്ങനെ ഗസ്റ്റ് ഹൗസൊക്കെ അടച്ച് പൂട്ടി ഞങ്ങൾ മൂന്നുകൂടി ഇറങ്ങി. സത്യത്തിൽ നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കി നാടി പിടിച്ച് നോക്കി പറയുന്നത്, അത് ആരോ അവനെ പറ്റിച്ചാണ്. ഞാൻ നാടി പിടിച്ച് നോക്കിയല്ല, തമിഴിലത് മാടി വിളിക്കുക എന്ന് പറഞ്ഞ സംഭവം, നാഡി എന്ന് പറഞ്ഞാൽ അതാണ് നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ, മാടി വിളിച്ചിട്ട് ജ്യോത്സ്യം ഒന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. അതിന് വേറെയും അർത്ഥമുണ്ട്, ഒരു ഗാഢമായിട്ടുള്ള അർത്ഥമുണ്ട് അതിനകത്ത്. പക്ഷേ ഇതാണ് നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞത്. അങ്ങനെ പോയി ഞങ്ങൾ തഞ്ചാവൂർ പോയി ഇറങ്ങി. തഞ്ചാവൂരിൽ നിന്ന് പോകണം, പിന്നെ കുറേ കിലോമീറ്റർ ട്രെയിൻ പിടിച്ച് വേറെ പോകണം ഉള്ളിൽ. ഈ മയിലാടുംതുറ എന്നൊക്കെ പറയും, അവിടെ നിന്നൊക്കെ കുറേ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവിടെ ഒരു വൈത്തീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു അമ്പലമുണ്ട്. അത് വലിയൊരു അമ്പലമാണ് അവരുടെ. അവിടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട്, ഇങ്ങനെ നാഡി ജ്യോത്സ്യം ചെയ്യുന്ന ജ്യോത്സ്യന്മാർ. അപ്പോൾ അവർ ഒരു ശൈലിയാണിത്. സാധാരണപ്പെട്ട ആൾക്കാർ സാധാരണ ജ്യോത്സ്യന്മാർ ചെയ്യുന്ന പോലെയല്ല. അവർ ഈ പേര് കാര്യങ്ങളൊക്കെ പറയും, അപ്പൻ, അപ്പൂപ്പൻ, അമ്മ, അപ്പൻ്റെയൊക്കെ പേരൊക്കെ പറയും. അങ്ങനെ ഞാനവിടെ പോയി ഞങ്ങൾ മൂന്നും കൂടി അവിടെ നിൽക്കണേ. അപ്പോൾ ഞാൻ നോക്കാൻ നിന്നില്ല, അവിടെ ചെന്നു. അപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന പൂജാരി ഇങ്ങനെ ഒരു താലത്തിൽ തേങ്ങയും അതും ഇതൊക്കെ എടുത്ത് തന്നു. അത് അവരുടെ കച്ചവടത്തിൻ്റെ ഒരു സംഭവം, ഇത് മേടിക്കുക, ഇത് ചെയ്യുക എന്നൊക്കെ പറയും, ഇങ്ങനെയൊക്കെ കാര്യം. അപ്പോൾ ഞാൻ തൊടാൻ നിന്നില്ല അതിനകത്ത്. അത് നിങ്ങൾ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞു, ഈ രണ്ടുപേരോടും പറഞ്ഞു. അവരത് മേടിക്കാൻ നിന്നില്ല. ഞങ്ങൾ ചോദിച്ചു ഈ നാഡി ജ്യോത്സ്യോടെ, അത് അപ്പുറത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി. ഞാനിവിടെ നിന്നേക്കാമെന്ന് പറഞ്ഞു. അത് നിന്നേക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേക വൈബ് എനിക്ക് തോന്നിച്ചു എന്ന് വെച്ചാൽ, അതിക്ക് മുമ്പും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഞാൻ. പല കാര്യങ്ങളും എനിക്ക് ഡൗൺലോഡ്സ്, ഒരു മെമ്മറീസൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, ഒരു പാസ്റ്റ് ലൈഫ് മെമ്മറി. ഞാനിപ്പോൾ അതൊക്കെ ഷാമനിസവും പാസ്റ്റ് ലൈഫ് റിഗ്രഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിലേക്കൊക്കെ വരാനുള്ള സാഹചര്യം ഇതായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് ഞാനങ്ങനെ ഈ ഒരു മാസ്റ്ററിയിലേക്ക് എത്തിയത്. അപ്പോൾ അത് എനിക്കുണ്ടായിരുന്ന വിഷൻസിനെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വൈബ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒരു പെട്ടെന്നൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ. അതായത് ഞാനങ്ങനെ നിന്നു, എനിക്ക് പോകണ്ട എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ എനിക്ക് കുറച്ച് സോഡ കുടിക്കണമെന്ന് തോന്നി, എനിക്കൊരു സോഡ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ നിന്ന് ആ കോയിലിൽ നിന്ന് കുറച്ച്, ആ അമ്പലത്തിൽ നിന്ന് കുറച്ചങ്ങ് മാറിയിട്ട് അപ്പുറത്തൊരു ചെറിയൊരു പെട്ടിക്കട, ഒരു കുഗ്രാമമാണ്, തമിഴ് കുഗ്രാമമാണ്. അവിടെ പോയി ഒരു സോഡ കുടിച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്നെ തേടി ഒരു വ്യക്തി വന്നു, ഒരു സ്ത്രീ വന്നു. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, എന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വരേണ്ട വ്യക്തിയാണ്, ആ ഭാഗത്തുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ എനിക്കുണ്ടായിരുന്നൊരു വിഷനെ കൺഫേം ചെയ്യുന്ന രീതിയിലാണ് ആ സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. കാര്യം ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ കാര്യം. ഇതിപ്പോൾ വേണേൽ ഓൺലൈനിൽ മറ്റു പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ ആൾക്കാർ വേണേൽ അറിയും. എൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത് മാണിയാപൊഴിയിൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി കേരളത്തിലേക്ക് വന്നത് തമിഴ്നാടിൽ നിന്നാണ്, ആ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അത് ആദ്യം ഞങ്ങൾ വീട്ടുപേരെന്ന് പറഞ്ഞാൽ മാണിയ കോയിൽ എന്നായിരുന്നു. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ നാട്ടിലെ രാജാവിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരുന്ന ക്ഷത്രിയ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതിന് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഥ ഇവിടെ പറഞ്ഞാൽ ചിലപ്പോൾ തീരില്ല. അപ്പോൾ ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാകാം. ഇതിപ്പോൾ തീരാറായി, ഇതിപ്പോൾ 10 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ബാക്കി പറയാം. ടേക്ക് കെയർ.